ഹായ് ഫ്രാൻസ്, സഹ്യാദ്രിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ഈ എപ്പിസോഡിൽ ഒരു സൈക്കിളിൻ്റെ റിവ്യൂ ആയിട്ട് വന്നുകൊണ്ടത്, അതായത് ഹൈബ്രിഡിൽ എൻട്രി ലെവൽ സൈക്കിളായ ബിറ്റ്യൂവിൻ്റെ 120. എൻ്റെ ഫ്രണ്ട് ശ്രീജിത്ത് നാരായണൻ്റെ കയ്യിലത്തെ സൈക്കിളാണ്. ഈ സൈക്കിൾ ഞാനൊരു 50 കിലോമീറ്ററിലധികം ചവിട്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദമായ ഒരു റിവ്യൂ ആണ് ഞാൻ ഈ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. അത് സഹ്യാദ്രിയുടെ എപ്പിസോഡുകൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബിറ്റ്യൂവിൻ റിവർസൈഡ് 120യുടെ ഫുൾ റിവ്യൂ. ഞാൻ ആരോടെങ്കിലും സൈക്കിൾ വാങ്ങാൻ വേണ്ടി പറയുകയാണെങ്കിൽ ആരോടെങ്കിലും എന്നോട് ചോദിക്കുക സൈക്കിൾ ഏത് സൈക്കിളാണ് നമുക്ക് വാങ്ങേണ്ടത്, ഇതൊക്കെ ആരെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് റിവർസൈഡ് 120. റിവർസൈഡ് 120ക്ക് 12,000 രൂപയാണ് വരുന്നത്. സ്റ്റീൽ ബോഡിയാണ് ഈ വണ്ടിയുടെ. ഒരു സൈക്ലിങ്ങിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് വാങ്ങാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ ഫിറ്റ്നസ് ലെവൽ നോക്കുമ്പോഴും വാങ്ങാൻ പറ്റിയൊരു വണ്ടിയാണ് നമ്മുടെ റിവർസൈഡ് 120. ഇതിനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യം നോക്കുന്നത്, ഈ വണ്ടി സിംഗിൾ ക്രാങ്ക് വണ്ടിയാണ് കേട്ടോ. ഫ്രണ്ടിൽ കണ്ട ഒറ്റ ക്രാങ്കാണ്. അപ്പോൾ 8 ഗിയറുള്ള സിംഗിൾ ക്രാങ്ക് വണ്ടിയാണ്. ഫ്രണ്ടിൽ ഗിയറില്ല. അപ്പോൾ ഫ്രണ്ടിൽ ഗിയറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് ഗിയർ സൈക്കിളാണിത്. എൻട്രി ലെവലിൽ നിന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ചിലവർക്ക് ഫ്രണ്ടിൽ 3 ഗിയർ ഇല്ല എന്ന് പറഞ്ഞൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വിഷമമുള്ളവർ ഈ വണ്ടി എടുക്കരുത്. അത്യാവശ്യം 8 ഗിയർ കൊണ്ട് നമുക്കൊരു നാട്ടിലത്തെ ഒരു 10-20 കിലോമീറ്റർ ദൂരം പോയി വരാനൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഡിറൈലർ വരുന്നത് നമ്മുടെ അസീറോ, ആൾട്ടസ്, ഷിമാനോൻ്റെ ഒന്നല്ല, എൻട്രി ലെവലാണ്. മെഗാ റേഷ്യോ എന്ന് പറയുന്ന ഒരു ഡിറൈലറാണ്. അത് ബിറ്റ്യൂവിൻ്റെ കമ്പനിയാണ്. പലരും തെറ്റിദ്ധരിക്കാറുണ്ട് മെഗാ റേഷ്യോ എന്നുള്ളത്. ബിറ്റ്യൂവിൻ്റെ കമ്പനി ഒന്നല്ല, വേറൊരു സിംഗിൾ കമ്പനിയാണ്. ബിറ്റ്യൂവിനായിട്ട് യാതൊരു ബന്ധം ഈ ഡിറൈലർക്ക് ഈ കമ്പനിക്കില്ല, മെഗാ റേഷ്യോ എന്നുള്ള കമ്പനിക്കില്ല. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വണ്ടിയുടെ വെയിറ്റാണ്. ഒരു 14 കിലോ മാക്സിമം. ഇത് എൻ്റെ കയ്യിലുള്ള വണ്ടി L കാറ്റഗറിയിൽ പറഞ്ഞ വണ്ടിയാണ്. പിന്നെ വുമൺസിനെ, സ്ത്രീകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വണ്ടിയാണ് കേട്ടോ. യൂണിസെക്സ് മോഡലാണ്. ഈ ബെൻഡ് കണ്ടില്ലേ. അപ്പോൾ സൈക്ലിങ്ങിലേക്ക് കടക്കണ സ്ത്രീകൾക്കും ഈ വണ്ടി വളരെ അനുയോജ്യമാണ്. പിന്നെ ഈ വണ്ടിയുടെ വേറൊരു ഗുണം എന്ന് പറഞ്ഞത്, നമ്മൾ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. പുള്ളും പുഷാന്ന് വരാറ്. ഇതിൻ്റെ 2 ഷിഫ്റ്ററും പുഷാണ് വരുന്നത് കേട്ടോ. പിന്നെ 8 ഗിയറുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഈ വണ്ടിയുടെ സാൻഡിലേക്ക് എത്താം. സീറ്റ് വളരെ ഒരു മോശമായ സീറ്റ് തന്നെയാണ്. ഏകദേശം റോഡ് ബൈക്കിൻ്റെ സീറ്റ് പോലത്തെ ഒരു സീറ്റാണ്. പക്ഷേ ഇവിടെ ഒരു ബിറ്റ്യൂവിൻ്റെ തന്നെ ഒരു സീറ്റ് കവർ വാങ്ങിയിട്ടുണ്ട്. ഏറ്റവും നല്ലത് ബിറ്റ്യൂവിൻ്റെ തന്നെ ഒരു 800 രൂപയ്ക്ക് ഒരു സീറ്റ് കിട്ടും. ആ സീറ്റ് മാറ്റിയിടുന്നതായിരിക്കും കുറച്ചും കൂടി ഈ 120ക്ക് നല്ലത്. റിവർസൈഡ് 120 റിവർസൈഡ് 100-നേക്കാളും നല്ലൊരു വണ്ടിയാണ്. 2000 രൂപയുടെ വ്യത്യാസമുണ്ട്. എന്നാൽ ആ 2000 രൂപയുടെ വ്യത്യാസത്തിന് നമ്മൾ റിവർസൈഡ് 120 തന്നെ വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. വണ്ടിയുടെ ഒരു പോരായ്മ എന്ന് പറയണത്, ഇത് സിംഗിൾ വാള് റിമ്മാണ്. സ്റ്റീലിൻ്റെ ആണ് റിമ്മെങ്കിലും സ്റ്റീലിൻ്റെ റിമ്മ് നല്ലതാണ്, വെയിറ്റ് കുറവാണ്. പക്ഷേ ഹെവി വെയിറ്റുള്ള ആൾക്കാർക്ക് സിംഗിൾ വാള് റിമ്മ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിമ്മിൻ്റെ അവിടെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു മാത്രമുള്ളൂ. ഡബിൾ വാളാണെങ്കിൽ ഒരു റൗണ്ടും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമാകും. പിന്നെ ക്വിക്ക് റിലീസാട്ടാം, ഫ്രണ്ട് ബാക്കും. പിന്നെ ബ്രേക്ക് വരുന്നത് വി ബ്രേക്ക് സിസ്റ്റമാണ്. അത്യാവശ്യം നല്ല ബ്രേക്കിങ് തന്നെയാട്ടാ. ഡിസ്ക് അല്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. പക്ഷേ ഡിസ്കിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളൊരു 10 കിലോമീറ്റർ 14 കിലോമീറ്റർ ഒക്കെ പോകണമല്ലേ. മഴക്കാലത്ത് മാത്രമേ ഇത്തിരി പ്രശ്നമുള്ളൂ ഡിസ്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി വേണ്ടാന്ന് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് വളരെയധികം ഇഷ്ടമായ ഒരു മോഡലാണ്. ഒരു തവണ ചവിട്ടി നോക്കി കഴിഞ്ഞാൽ ഈ സൈക്കിൾ ആരും എന്തായാലും വാങ്ങും. പിന്നെ സീറ്റ് മാറ്റിക്കോളൂ, അത് ഞാൻ പറഞ്ഞല്ലേ, വളരെ മോശം സീറ്റാണ്. വണ്ടി നല്ലതാണ്, ഇരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാം. അപ്പോൾ സീറ്റ് ബിറ്റ്യൂവിൻ്റെ തന്നെ ഒരു 800 രൂപയുടെ മോഡൽ ഞാൻ അവിടെ ഷോറൂമിൽ കണ്ടിട്ടുണ്ട്. ആ ഷീറ്റ് മാറ്റിയിട്ട് ഓടിക്കുക, അല്ലെങ്കിൽ സീറ്റ് കവർ ഇടുക. അല്ലെങ്കിൽ പിന്നെ സീറ്റ് കവർ ഇടണേക്കാളും നല്ലത് സീറ്റ് മാറ്റണ തന്നെയായിരിക്കും.
സാധാരണ പോലെ തന്നെ നമ്മൾ വണ്ടിയുടെ ഹാൻഡിലൊക്കെ കുഴപ്പമില്ല. എല്, സ്മോള്, എം ഇങ്ങനെ 3 തരത്തിലാണ് വണ്ടി ഇറങ്ങുന്നത്. ഏകദേശം ഒരു 14 കിലോ തൊട്ട് 15 കിലോ വരെ വ്യത്യാസമായിരിക്കും. പിന്നെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. ബിറ്റുവിൻ്റെ തന്നെ പെഡൽസൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പെഡൽസ് തന്നെയാണ് അവർ കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു 10-20 കിലോമീറ്റർ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ശേഷമാണ് ഈ റിവ്യൂ പറഞ്ഞത്. ഒരു സിറ്റി റൈഡിനൊക്കെ വളരെ ഗംഭീരമാണ് കേട്ടോ വണ്ടി. പിന്നെ നമുക്ക് ഓഫ് റോഡ് ഓടിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതിനുള്ള ക്വാളിറ്റി റിമ്മിനെ കൊടുക്കണില്ല. അതാണ് മെയിൻ പ്രശ്നം. ഞാൻ പറഞ്ഞില്ല, സിംഗിൾ വാൾ റിമ്മാണ്. പിന്നെ ടയറൊന്നും കുഴപ്പമില്ല അടുത്ത. അത്യാവശ്യം ഒരു ഇന്ത്യൻ കമ്പനിയുടെ ടയറാണ്. കെന്തയുടെ ടയറൊന്നുമല്ല, എന്നാലിൻ്റെ ടയർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഫ് റോഡ് ട്രാക്കിലൂടെ ഞാൻ ഓടിക്കണത്. ട്രയൽസിനൊന്നും ഈ വണ്ടി അത്ര യൂസ്ഫുൾ അല്ല കേട്ടോ. പിന്നെ കയറ്റാൻ കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല കുഴപ്പമില്ല കേട്ടോ വണ്ടി. ഇപ്പം ഞാൻ 8 ഗിയറിലാണ് പോണത്. 8 ഗിയറിലൊന്നും കയറ്റം ചവിട്ടണതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഞാൻ 7 ആക്കി, 6 ആക്കി, പിന്നെ 4th ഗിയർ ആട്ടോ. 4th ഗിയർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കയറ്റാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ റോട്ടിൽ ചിലപ്പോൾ ക്യാമറയിൽ ചിലപ്പോൾ റോഡ് കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ല, ഒരു അതിൻ്റെ കയറ്റത്തിൻ്റെ ഫീല് മനസ്സിലാവില്ല. ഇപ്പം ഞാൻ തേർഡിലിട്ടു. തേർഡിലും കുഴപ്പമില്ലാണ്ട് ആ കയറ്റം കയറി തുടങ്ങി. ഇപ്പോൾ 2nd ഗിയറിൽ കിട്ടു. അല്ല കുഴപ്പമില്ല. ഫസ്റ്റിലിട്ടു. ഷിഫ്റ്റ് ചെയ്യാനൊന്നും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ വണ്ടി. ഇപ്പോൾ 12,000 രൂപയുടെ വണ്ടിയാണ്. നമ്മൾ അസേറിയൊന്നുമല്ലല്ലോ, വെറും 12,000 രൂപ മാത്രമേ വണ്ടിക്ക് കൊടുക്കുള്ളൂ. അപ്പോൾ അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. ഞാനൊരു ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പോൾ അത്യാവശ്യം കയറ്റം കയറണത്. ഓഫ് റോഡിന് വണ്ടി ഓടിക്കണ്ട, റിമ്മിന് ക്വാളിറ്റി ഇല്ല ഞാൻ പറഞ്ഞത്. പിന്നെ അധികം വെയിറ്റ് ഉള്ളവർക്ക് ഈ വണ്ടി യൂസ്ഫുൾ അല്ല കേട്ടോ. ഗേൾസിനെ ആദ്യമേ സൈക്കിൾ ചോട്ടാൻ വരുന്നവർക്ക്, ഒരു 10-70 കിലോ വെയിറ്റ് ഉള്ളവർക്കൊക്കെ ഈ വണ്ടി ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റും. അത്യാവശ്യം ചെറിയൊരു മണ്ണ് വഴി കൂടെ ഒക്കെ നമുക്ക് ഓടിക്കാം. അല്ലാണ്ട് കണ്ടം വഴി, കാട്ടുകൂടിയും മലയും കുന്നൊന്നും കയറാൻ ഇവൻ അത്ര ക്വാളിറ്റി ഇല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, റിമ്മ് മാത്രമേ ക്വാളിറ്റി ഇല്ലാത്തുള്ളൂ. ബാക്കിയൊക്കെ കിടുവും മേക്കിംഗ് ആയിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമായി വണ്ടി. സൈക്ലിങ്ങിലേക്ക് കിടക്കണ പുതിയൊരാൾക്ക് ഞാൻ ഈ വണ്ടി തന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ. എന്നുവെച്ചാൽ ഈ വണ്ടി വെയ്റ്റ്ലെസ് ആണ്. അതുകൊണ്ട് വളരെ നല്ല പെർഫോമൻസാണ് തരണത്. നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ അഭിപ്രായം ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ സഹ്യാദ്രി എപ്പിസോഡിൽ ഇനിയും സൈക്കിളുകളുടെ റിവ്യൂ വരും. ഇതൊരു ബേസ് ആയിട്ടുള്ള, ഞാൻ സൈക്കിൾ ചവിട്ടിയിട്ടുള്ള പരിചയത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിൽ കുറേ പോരായ്മകളുണ്ടാവും, അപ്പോൾ ക്ഷമിക്കുക. ഞാനൊരു സൈക്കിള് വാങ്ങാൻ ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ സൈക്കിൾ വാങ്ങിയാൽ മതി, റിവേഴ്സൈഡ് 120. അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ പറയുകയാണ്, എനിക്ക് വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടമായ വണ്ടിയാണിത്. ധൈര്യമായിട്ട് പോയി എടുക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാൻ.